നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. വരാനിരിക്കുന്ന കേരള PSC പരീക്ഷ എന്ന വലിയ മല കയറാൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ യാത്രയിലെ യഥാർത്ഥ ഹീറോസ്. അപ്പോൾ ഈ അറിവുകളുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026 ജാനുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സാണ്. ഒരു കഥ കേൾക്കുന്ന പോലെ തന്നെ നമുക്കിത് ഒക്കെയൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മാപ്പ്. പ്രധാനമായും 5 ചാപ്റ്ററുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പരീക്ഷാ തയ്യാറെടുപ്പ് എന്ന ആദ്യപടി, പിന്നെ നമ്മുടെ ചാമ്പ്യന്മാരുടെ ലോകം, സംസ്ഥാനത്തെ പ്രധാന വാർത്തകൾ, പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ഒടുവിലൊരു ഫൈനൽ ചാലഞ്ചും. അപ്പോൾ തുടങ്ങാമല്ലേ? അധ്യായം 1 ദി കോൾ ടു അഡ്വെഞ്ചർ, അതായത് പരീക്ഷാ തയ്യാറെടുപ്പ് എന്ന ആദ്യപടി. പടയ്ക്കിറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ആയുധങ്ങൾക്ക്, അതായത് നമ്മുടെ അറിവുകൾക്ക് നല്ല മൂർച്ച കൂട്ടണ്ടേ? അധ്യായം 2 ദി ഹാൾ ഓഫ് ചാമ്പ്യൻസ്. ഉന്നത പുരസ്കാരങ്ങൾ നേടിയ നമ്മുടെ സ്വന്തം പ്രതിഭകളുടെ ലോകത്തേക്ക് നമുക്കൊന്ന് കടക്കാം. നോക്കൂ, രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മപുരസ്കാരങ്ങൾ നേടിയ നമ്മുടെ അഭിമാന താരങ്ങളാണിവർ. ഇത് നിങ്ങളുടെ എക്സാം ടൂൾ കിറ്റിൽ ഉറപ്പായും വേണ്ട പേരുകളാണ് കേട്ടോ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ സാറിനും മുൻ സുപ്രീംകോടതി ജഡ്ജി KT തോമസിനും രാജ്യത്തിന്റെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു. ഇതിൽ VSന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം നൽകിയത്. പിന്നെ കലാരംഗത്തെ സംഭാവനകൾക്ക് നമ്മുടെ സ്വന്തം മമ്മൂട്ടിക്കും പൊതുപ്രവർത്തനത്തിന് വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഇനി പത്മശ്രീയുടെ കാര്യമെടുത്താലോ, ശാസ്ത്രരംഗത്ത് ഡോക്ടർ AE മുത്തുനായകം, കലാരംഗത്ത് കലാമണ്ഡലം വിമലാമേനോൻ, ജൈവവൈവിധ്യ സംരക്ഷണത്തിന് കൊല്ലക്കല്ലിൽ G ദേവകിയമ്മ. ഈ പേരുകളൊന്നും യാതൊരു കാരണവശാലും മറക്കരുത്. ഇനി ദേശീയ തലത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ കലാ സാഹിത്യ ലോകത്തേക്ക് ഒന്ന് വന്നാലോ? അവിടെയുമുണ്ട് ഗംഭീര നേട്ടങ്ങൾ. ഈ പേരുകളൊന്ന് ശ്രദ്ധിച്ചേ. മലയാള ചലച്ചിത്രരംഗത്തെ ഏറ്റവും വലിയ ബഹുമതിയായ 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയത് പ്രശസ്ത നടി ശാരദയാണ്. അതുപോലെ 2026 ഹരിവരാസന പുരസ്കാരം നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിന് ലഭിച്ചു. സാഹിത്യത്തിൽ EP രാജഗോപാലന്റെ ഉൾക്കഥ എന്ന പുസ്തകത്തിന് 2025 ഓടക്കുഴൽ പുരസ്കാരവും കിട്ടി. എന്തായാലും ഇതൊരു മികച്ച നേട്ടം തന്നെയാണ്. ഇനി കുറച്ച് സ്പോർട്സ് കാര്യങ്ങൾ നോക്കാം. 72ാമത് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നമുക്കൊരു ഇരട്ടി മധുരം തന്ന കാര്യമാണ്. എങ്കിലും ചെറിയൊരു സങ്കടവും അതിലുണ്ട്. വനിതാ വിഭാഗത്തിൽ നമ്മുടെ കേരള ടീം റെയിൽവേസിനെ അടിയറവ് പറയിച്ച് തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ്. അതെ, അവർ ചാമ്പ്യന്മാരായി. എന്നാൽ പുരുഷ വിഭാഗത്തിലോ നമ്മുടെ പിള്ളേർ ധീരമായി പോരാടിയെങ്കിലും ഫൈനലിൽ അതേ റെയിൽവേസ് ടീമിനോട് തന്നെ പരാജയപ്പെട്ടുപോയി. എന്നാലും അവരുടെ ആ പോരാട്ട വീര്യം നമ്മൾ മറക്കാൻ പാടില്ല. അധ്യായം 3 ദി റിയൽം ഓഫ് ദി സ്റ്റേറ്റ്, ഭരണ സാമ്പത്തിക വിവരങ്ങൾ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പുതിയ ചില നാഴികക്കല്ലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ സംഖ്യയാണ്, 40. അതെ, ജസ്റ്റിസ് സൗമൻസൻ കേരള ഹൈക്കോടതിയുടെ 40ാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായിരിക്കുകയാണ്. ഓർക്കുക, ഈ സുപ്രധാന പദവിയിലെത്തുന്ന 40ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. PSC പരീക്ഷകളിൽ ഇത്തരം നമ്പറുകൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിൽ വയ്ക്കുക. ഇതൊരു കിടിലൻ വാർത്തയാണ് കേട്ടോ. നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു സൂക്ഷ്മജീവിക്ക് ഔദ്യോഗിക പദവി ലഭിച്ചിരിക്കുകയാണ്. ഒരു സൂക്ഷ്മജീവിയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൈക്രോബായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ പേരെന്താന്നല്ലേ? ബാസിലസ് സബ്റ്റിലിസ്. ഈ പേര് ഉറപ്പായും എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെച്ചോളൂ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസുള്ളൊരു ചോദ്യമാണിത്. ഇനി ഇതൊന്ന് നോക്കിയേ, 6.19%. ഇതൊരു സുവർണ സംഖ്യയാണെന്ന് തന്നെ പറയാം. കാരണം 2024-2025 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലുണ്ടായിട്ടുള്ള വളർച്ചാ നിരക്കാണിത്. വളരെ മികച്ചൊരു നേട്ടം തന്നെയാണ് ഇത് കാണിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിന്റെ ആളോഹരി വരുമാനം എത്രയാണെന്നറിയാമോ? ഇപ്പോൾ അത് 1,09,000 രൂപയാണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള ജില്ല എറണാകുളമാണ്. അതുപോലെ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലുമാണ്. അതുപോലെ തന്നെ സംസ്ഥാന ബജറ്റിലെ ചില സുപ്രധാന തീരുമാനങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കാൻ വേണ്ടി ആരംഭിച്ച അൻപുവീട് എന്ന പരിചരണ പദ്ധതി വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അതുകൂടാതെ പൊന്നാനിയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിൽ ഒരു ചരിത്ര ഗവേഷണ കേന്ദ്രം വരുന്നുണ്ട്. പിന്നെ നവോത്ഥാന നായകനായ കാവാരിക്കുളം കണ്ടൻകുമാരനു വേണ്ടി നേമത്ത് ഒരു സ്മാരകവും നിർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ബജറ്റിലെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2 പദ്ധതികളുടെ പുതിയ മുഖങ്ങളെ പരിചയപ്പെടാം. നമ്മുടെ KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ചിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിനെയാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷന്റെ പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസഡറായി നടി മഞ്ജു വാര്യരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ 2 അംബാസഡർമാരുടെ കാര്യവും ഓർമ്മയിലുണ്ടാവണം കേട്ടോ. അധ്യായം 4 ദ ക്രോണിക്കിൾ ഓഫ് ടൈം,
പരീക്ഷകളിലെ ഏറ്റവും നിർണായകമായ ആ രഹസ്യ കോഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാന ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും. ഈ ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും, അതായത് തീമുകളും കൃത്യമായി മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയിൽ വലിയൊരു മുൻതൂക്കം തരും. ജനുവരി 12 നമുക്കറിയാം ദേശീയ യുവജന ദിനമാണ്. 2026 അതിന്റെ തീം ഇഗ്നൈറ്റ് ദ സെൽഫ്, ഇംപാക്ട് ദ വേൾഡ് എന്നാണ്. ഇനി ജനുവരി 16 നോക്കിയാലോ, അത് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമാണ്. എ ഡിക്കേഡ് ഓഫ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നതാണ് പ്രമേയം. പിന്നെ വരുന്നത് ജനുവരി 26, എല്ലാവർക്കും അറിയാം റിപ്പബ്ലിക് ദിനമാണ്. പക്ഷെ ഓർക്കേണ്ട കാര്യം, ഇത് നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ദിനമാണ്. വന്ദേമാതരത്തിന്റെ 180 വർഷങ്ങൾ. ഈ പ്രമേയം നിങ്ങൾ മനസ്സിലൊന്ന് അടിവരയിട്ട് വെച്ചോളൂ, എങ്ങനെയെങ്കിലും ഓർത്തുവെക്കുക. കാരണം 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായിരുന്നു ഇത്. ഒരുപാട് തവണ പരീക്ഷകളിൽ ഇത്തരം തീമുകൾ ചോദിച്ചിട്ടുണ്ട്. അധ്യായം 5 ദി ഫൈനൽ ചാലഞ്ച്. ഏത് യാത്രയിലും ഒരു ക്ലൈമാക്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ നിങ്ങളുടെ അറിവുകൾ പരീക്ഷിക്കാനുള്ള അവസാന കടമ്പയാണടാ. അപ്പോൾ സുഹൃത്തുക്കളെ, അറിവുകളുടെ ഈ പുസ്തകത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ നേടിയെടുത്തിട്ടുണ്ട്. ഒരു യഥാർത്ഥ പോരാളിയെപ്പോലെ വരാനിരിക്കുന്ന ആ PSC എന്ന വലിയ കടമ്പ കടക്കാൻ നിങ്ങൾ ഈ അറിവുകൾ വെച്ച് തയ്യാറാണോ? ഈ വിശദീകരണം നിങ്ങളുടെ വലിയൊരു യാത്രയിലെ ഒരു ചെറിയ അധ്യായം മാത്രമാണ്. നാളത്തെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഏറ്റവും മുകളിൽ തന്നെ വരാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ പഠനം എപ്പോഴും ഒരു രസമുള്ള കാര്യമായിരിക്കട്ടെ. അപ്പോൾ അടുത്ത അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ഈ തയ്യാറെടുപ്പുകൾ ഗംഭീരമായി തന്നെ മുന്നോട്ടു പോകട്ടെ. ഓൾ ദ ബെസ്റ്റ്.